പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കെല്ലാം അറിയാം. കർത്താവ് പ്രവചിച്ച ചില വചനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷം 24:7 നാം വായിക്കുന്നുണ്ട്, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും യുദ്ധം നടത്തുമെന്ന്. അത് പ്രിയപ്പെട്ടവരെ, ഇവിടെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം തീരുകയാണ്. ഒരുപക്ഷെ അമേരിക്കയുടെയോ റഷ്യയുടെയോ ജർമ്മനിയുടെയോ എല്ലാ ഇതെല്ലാം രാജ്യങ്ങളാണ്. ഈ പുറമെ കാണിക്കുന്ന പ്രഹസനങ്ങൾ, അതായത് ബോംബിടിയിലും കയ്യേറ്റവും അതിനെപ്പറ്റിയുള്ള കിംവദന്തികളും ഏറെ വീഡിയോകളും ന്യൂസുകളും എല്ലാം ലോകത്തിലുണ്ട്. പക്ഷെ ഇവരെല്ലാം ഒന്ന് മനസ്സിലാക്കണം. ഇവരെ യോജിപ്പിക്കുന്ന ഒരു അജ്ഞാത ശക്തിയുണ്ട്. അതൊരു അധോലോക ശക്തി എന്ന് ഞാൻ അതിനെ പറയും. അതുവഴിയായിട്ട് ഇവരുടെ ഉദ്ദേശം മനസ്സിലാക്കണം. ഒരു ലോകത്തിന്റെ അധികാരിയെ മുഴുവൻ ചുമതല ഏൽപ്പിച്ച് നാമെ പരാജയപ്പെടുത്തുവാനാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ 2 തെസ്സലോണിക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 2:7 പറയുന്ന പോലെ അരാജകത്വത്തിന്റെ ഒരു ശക്തി ആരിവിടെ ഈ ബഹളമെല്ലാം വയ്ക്കുന്നു. ഈ ട്രംപും അല്ലെങ്കിൽ ഈ പുടിനും ഇവെല്ലാം നടത്തുന്ന ഈ യുദ്ധങ്ങളും എല്ലാം ഒരു വലിയ അരാജകത്വം നടത്തുകയാണ്. ഇനി ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ശക്തി വ്യാജമായതിനെയെല്ലാം വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം മനുഷ്യരിൽ അത് വെച്ചു കൊടുക്കുന്നു. അതും തെസ്സലോനിക്കക്കാർ എഴുതിയ ലേഖനം 2-ാം തെസ്സലോനിക്ക അധ്യായം 2:11 പറയുന്നുണ്ട്. ഈ മിഥ്യാബോധം കൊണ്ട് മനുഷ്യനെ മയക്കുകയാണ്. മനുഷ്യൻ ഭയപ്പെട്ടിരിക്കുന്നു. അവന്റെ ആത്മീയ ശക്തിയും എല്ലാം പ്രതിരോധ ശക്തിയെല്ലാം ഇല്ലാതാക്കുക. എന്നിട്ട് ഈ ലോകത്തെ മുഴുവനും ഒരു ലോകാധികാരി, അതാരാ നമുക്കറിയാം, പിശാചാണ്, അവന്റെ കീഴിൽ കൊണ്ടുവരിക. ഇതാണ് ഉദ്ദേശം. പണ്ടൊക്കെ നമ്മൾ പറയുന്ന പോലെ ഭരണകക്ഷിയും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒന്നിച്ചേർന്ന് കാപ്പി കുടിക്കും, സ്റ്റേജിൽ വരുമ്പോൾ പരസ്പര വിരുദ്ധം പറയും എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ ലോക നേതാക്കൾ എന്ന് മനസ്സിലാക്കണമേ. അപ്പോൾ കർത്താവ് തന്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട് ഒരു കാര്യം. എന്താണ്? രാജ്യം രാജ്യത്തിനെതിരായ യുദ്ധം. അതിപ്പോ ഞാൻ പറയുന്നു തീരുകയാണ്. എന്നാൽ ജനം ജനത്തിനെതിരായി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കിങ്ഡം അഗൈൻസ്റ്റ് കിങ്ഡം. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിന്റെ അർത്ഥം. അതായത് തിന്മ നിറഞ്ഞ ഒരു ജനതതി. നമ്മൾ മലയാളത്തിൽ പച്ചയ്ക്ക് പറയും സാത്താന്റെ സന്തതികൾ, ദൈവ കൃപയിൽ ജീവിക്കാത്തവർ. നമുക്കറിയാം 1 യോഹന്നാൻ അധ്യായം 3:8 പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്, പിശാചിനുള്ളവനാണ്. ഇനിയും പിശാചിന്റെ മക്കളും ദൈവത്തിന്റെ മക്കളും തമ്മിൽ തിരിച്ചറിയുന്നത് എങ്ങനെയെന്നും ആ അധ്യായത്തിൽ തന്നെ 1 യോഹന്നാൻ 4:10 പറയുന്നുണ്ട്. ദൈവവചനം അനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന നല്ല ദൈവമക്കളാണ് ഒരു ഭാഗത്ത്, മറ്റു ഭാഗത്തോ പിശാചിന്റെ സന്തതികൾ. ഇവിടെ ഈ ജനങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ ലോകത്ത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നല്ലവരായി ജീവിക്കുന്നവരൊക്കെ ഇന്ന് നശിപ്പിക്കാനുള്ള ഒരു വലിയ പരിശ്രമമാണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ കാണണം, എല്ലാ മരങ്ങളിലും കാണാൻ സാധിക്കും 2 കൂട്ടരെ. അതായത് ദൈവഹിതം അനുസരിച്ച് ദൈവജനമായി ദൈവമക്കളായി ഒരു ആത്മാവിൽ നയിക്കപ്പെട്ട വിശുദ്ധർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ അതേസമയം അവിശ്വാസികൾ, ദൈവനിഷേധികൾ, പിശാചാരാധകർ, പിശാചുമായി ഉടമ്പടി ചെയ്തവർ, ക്രിസ്തു വിരോധികൾ, പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ട് കലഹിക്കുന്നവർ, പാപത്തിന്റെ
അതെ, എല്ലാവിധ തിന്മയിലൂടെയും നടക്കുന്നവർ നമുക്കതിന് സാധിക്കും. ലോകത്തിന്റെ എല്ലാ വശ്യതകളിലും പെട്ട് വക്രത, അനീതി, ചൂഷണം, നശീകരണങ്ങൾ, തീവ്രവാദിത്വങ്ങൾ ഇതെല്ലാമായിട്ട് അതിന്റെ ഇടയ്ക്ക് മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയ എല്ലാ തിന്മകളും കൊണ്ടുവന്നിട്ട് നമുക്ക് സാധിക്കും പിശാച് ലൗകികാരിയിൽ മാത്രം മനുഷ്യനെ കൊണ്ട് തളച്ചിട്ട് നമുക്കാണ് സാധിക്കും ഒരു സമൂഹമാക്കിയിരിക്കുകയാണ്. ആ സമൂഹം നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. പ്രത്യേക ഒരു രാജ്യത്തല്ലത്, എല്ലായിടത്തും പരന്നു കിടക്കുന്നു. ഇനി അവരെ യോജിപ്പിക്കാൻ എളുപ്പമല്ല, എങ്കിലും അതിനെയെല്ലാം പ്രേരിപ്പിക്കുന്ന ശക്തി പിശാചിന്റെ ഒരു വലിയ ശക്തിയാണ്. ഹല്ലേലൂയ. ഇനി മറ്റേ രാജ്യം നമുക്കറിയാം, നീതിയുടെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും വിശുദ്ധിയുടെയും ഒരു രാജ്യം. അത് യേശുക്രിസ്തുവാണ് ഈ നാട്ടിൽ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അത് മറ്റു മതസ്ഥർ നല്ലപോലെ മനസ്സിലാക്കണം. ഇപ്രകാരം തകർന്ന ലോകത്തെ രക്ഷിക്കാൻ പിതാവായ ദൈവം അയച്ച ഏകജാതനായ യേശുക്രിസ്തു വന്നത് ഒരു രാജ്യം സ്ഥാപിക്കാനാണ്. ഞാൻ പലപ്പോഴും പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. അതാ റോമാക്കാർക്ക് ലേഖനത്തിന്റെ 14:17 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നീതിയും സമാധാനവും സന്തോഷവും ആത്മാവിലുള്ള കൃപയുമെല്ലാമാണ്. തീറ്റയും കുടിയും ഈ ലൗകികമായിട്ടുള്ള ഒന്നും അല്ല എന്ന്. അപ്പോൾ നമുക്കാണ് സാധിക്കും ഈ ലൗകികായതയും ആത്മീയതയും തമ്മിൽ ഒരു വലിയ യുദ്ധമാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ ആയിരിക്കുന്ന ജനങ്ങൾ തമ്മിൽ ഉള്ള ഒരു വലിയ യുദ്ധം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ അരാജകത്വത്തിന്റെ ആത്മാവ്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ വെച്ച് അസൂയ പൂണ്ട ആ പിശാച്. കാരണം ആദവും ഹവ്വായും പർദീസായി സന്തോഷമായി സമാധാനമായി ദൈവകൃപയിൽ ജീവിക്കുന്നത് കണ്ട് അസൂയ പൂണ്ട പിശാച് നിശ്ചയമായിട്ടും അവരെ പർദീസായിന് പുറത്താക്കുന്നു. എങ്ങനെ? പാവം ചെയ്യിപ്പിച്ചുകൊണ്ട്, കൽപ്പനകൾ ലംഘിപ്പിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിക്കാതെ. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പന അനുസരിക്കുകയാണ്. ഇങ്ങനെ അവരെ ജഡികരാക്കി. അപ്പോൾ അവരെ രക്ഷിക്കാൻ, അവരുടെ മക്കളെ രക്ഷിക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ ഏകജാതനായ യേശുക്രിസ്തുവിനെ മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് അയച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആ യേശുക്രിസ്തുവിൽ മാത്രമേ ഈ രക്ഷ വരൂ. യേശുക്രിസ്തുവിടെ മാത്രമേ ഈ തിന്മയെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കൂ. ഞാൻ ലോകത്തെ അതിജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അവന്റെ ആത്മാവ് കുടികൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ അധോലോക ശക്തികളെ അതിജീവിക്കാൻ കഴിയൂ. മക്കളെ അത് മനസ്സിലാക്കിയിരിക്കണം. റോമാക്കാർക്ക് ലേഖനത്തിന്റെ 7-ാം അധ്യായം 14 പറയുന്നുണ്ട്, ഈ അജ്ഞാത ശക്തി, ഈ തകർച്ചയുടെ ശക്തി, അതിനു വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യുന്നുവെന്ന് ഈ പിശാചിന്റെ ശക്തി, പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ് ഞാൻ എന്ന് പൗലോസ് പറഞ്ഞ പോലെ. അതായത് അവൻ കടന്നുകൂടി നമ്മൾ ഓരോരുത്തരെയും പാപത്തിന്റെ അടിമകളാക്കുന്നു. എന്നിട്ട് പാപത്തിന്റെ ഒരു നിയമം തന്നെ നമുക്ക് തരുന്നു, ദൈവിക നിയമത്തെ നിഷേധിച്ചുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നന്മയെ ജീവിക്കാൻ പറ്റുന്നില്ല, നല്ലത് ചെയ്യാൻ പറ്റുന്നില്ല. ആഗ്രഹിച്ചേക്കാം, പക്ഷേ ഈ തിന്മയുടെ സ്വാധീനം കിടക്കുകയാണ് ചെയ്യുന്നത്. അത് വ്യക്തമായിട്ട് പൗലോസുകാരന്മാർ പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കണം. ഈ സ്വാതന്ത്ര്യവുമായിട്ടാണ് യേശുക്രിസ്തു നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഇവിടെ വന്നത് എന്ന് മനസ്സിലാക്കണം. ഈ സത്യം ഇന്ന് ലോകം തിരിച്ചറിയണം. അതായത് ദൈവമക്കൾക്കടുത്ത ഈ സ്വാതന്ത്ര്യം പിശാചിനെ തകർക്കുന്ന, ഇന്നത്തെ ഈ അരിശിരാവസ്ഥയെ തുടച്ചു മാറ്റുന്ന ആ ശക്തി യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അപ്പം ഇത് അനുഭവിക്കാത്ത ഒരു കൂട്ടരാണ് ഒരു വശത്ത്. അതിനെ എതിർക്കുന്നവരാണ് തകർക്കാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നല്ലവരായ അപ്രകാരം ജീവിക്കുന്നവരെ, അതായത് ദൈവമക്കളെ കൊല്ലുന്നത് ദൈവത്തിന് വേണ്ടി ബലി കൊടുക്കുന്നതിന് തുല്യമാണെന്ന് കരുതുന്ന ആളുകൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 4 വരെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേട്ടല്ലോ നിങ്ങൾ. കഴിഞ്ഞ 10 കൊല്ലമായി നൈജീരിയയിൽ 1.5 ലക്ഷം ക്രൈസ്തവരെ കൊന്നൊടുക്കി. 18,000-ഓളം ദേവാലയങ്ങൾ തകർത്തു. എന്നിട്ട് ഈ പറയുന്ന ഈ വലിയ
പ്രസിഡന്റന്മാരോ ഈ പറയുന്ന ബീം പഠിക്കുന്ന തമ്പോ അല്ലെങ്കിൽ ഈ പുട്ടിനോ ഇവനൊക്കെ ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്നു. ഒന്നും അനങ്ങുന്നില്ല, അനങ്ങേല. ആരുണ്ട് ഇത് കണ്ടെന്ന് പരിതപിക്കാൻ? പ്രിയപ്പെട്ട, ഇതൊക്കെ ഓർക്കണം. ഒരു മണ്ണിടിച്ചിലുണ്ടായാൽ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോക്ക് വെച്ച് വെടിവെച്ചാൽ, അല്ലെങ്കിൽ ബോംബിട്ടാൽ ബഹളം വെക്കും. പത്രത്തിലെല്ലാം ഉണ്ട്. ഈ പാവപ്പെട്ട ജനങ്ങളെ നല്ലതായിട്ട് യേശുക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവരെ കൊന്നൊടുക്കുന്ന ഓരോ ദിവസവും പത്രത്തിൽ കാണാൻ സാധിക്കും. കോങ്കോ, നൈജീരിയ, മറ്റു പല രാജ്യങ്ങളും, ഏകദേശം 105 രാജ്യങ്ങളിൽ യേശുക്രിസ്തു വിശ്വസിച്ച് ദൈവമക്കളായി ജീവിക്കുന്നവരെ വധിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പ്രിയപ്പെട്ട മണിക്കരം, ഇവിടെ നമുക്ക് യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞു, അവർ സത്യം അറിയുന്നില്ല. ഹല്ലേലൂയ. ആരാണ് സത്യം? യേശുക്രിസ്തുവാണ് സത്യം. വഴിയും ജീവനും സത്യവും ഞാനാകുന്നുവെന്ന് അവിടുന്ന് പറഞ്ഞത് നമുക്ക് അറിയാവുന്നതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:6. അറിയുക എന്ന് പറഞ്ഞാൽ ബന്ധപ്പെടുക. യേശുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. ഇതൊരു പക്ഷേ ക്രിസ്തു മരത്തിൽ നിന്ന് പോയവർ കാണും. പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തുവിനോട് യോജിച്ചുകൊണ്ട് ആത്മാവിലുള്ള ഒരു രാജ്യം, ഇത് ഇന്ന് വളരെ പ്രസക്തം ആണ്. നമുക്കറിയാം, ആ യേശുക്രിസ്തുവിനെ അറിയുന്നവർ സ്വതന്ത്രരാകും. യോഹന്നാൻ 8:35. പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ്. അപ്പൊ ഈ തിന്മയുടെ ശക്തി നമ്മുടെ ഉള്ളിൽ കടന്നു വന്നവന്റെ അവയവങ്ങളിൽ പ്രവർത്തിച്ച്, പൗലോസ് വളരെ വ്യക്തമായിട്ട് റോമ 7 പറയുന്നുണ്ട്, എപ്രകാരം നമ്മുടെ അവയവങ്ങളിൽ കടന്നു വന്ന് പാപത്തിന്റെ ഒരു നിയമമുണ്ടാക്കി നമ്മളെ അടിമയാക്കുന്നുവെന്ന്. അങ്ങനെ അടിമയായി വിൽക്കപ്പെട്ട ദൗർഭാഗ്യവാന്മാരാണ് ഈ ഒരു വശത്ത്. അതേസമയം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ രക്ഷ അനുഭവിച്ച് അവന്റെ ആത്മാവിനെ സ്വീകരിച്ച് ദൈവമക്കളായി സന്തോഷത്തിൽ ജീവിക്കുന്നവർ, ദൈവകൃപയിൽ ജീവിക്കുന്നവർ, അതെ, ഏദൻ തോട്ടത്തിൽ തുടങ്ങിയ യുദ്ധം ഇന്നും തുടരുകയാണ്. ഈ പിശാച് അതെ ഇരിപ്പുണ്ട് എവിടെയും. ലോകം മുഴുവൻ ചുറ്റിനടക്കാണവൻ, നമുക്കറിയാം അത്. അതെ, അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം അധ്യായം 4:6 സ്വന്തം സഹോദരനെ ആബേലിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന കായേന്റെ അടുക്കൽ ദൈവമായ കർത്താവ് പറയുന്നു, പാപം വാതിക്കൽ പടിയിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഒരു വ്യക്തിയാ, പാപം ഒരു വ്യക്തിയാണ്. വന്ന് അത് മുട്ടി വിളിക്കുകയാണ്, എന്നിട്ട് അവൻ അകത്തേക്ക് കയറുകയാണ്. അതുപോലെ നന്മയായിട്ട് വരുന്ന യേശുക്രിസ്തു, നന്മ നമ്മളെ നല്ലവരാക്കാൻ വരുന്ന യേശുക്രിസ്തുവും വാതിക്കൽ വന്ന് മുട്ടുന്നു. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ടല്ലോ, 3:20. വാതിക്കൽ വന്ന് ഞാൻ മുട്ടുന്നു, ആരെങ്കിലും തുറന്നു വന്നാൽ അകത്ത് കയറി ഒത്തിച്ച് ഭക്ഷിച്ച് സ്വന്തമാക്കാമെന്ന്. ഹല്ലേലൂയ. ഇതാണ് ഇന്ന് ലോകത്തിൽ ഒരുവൻ ചെയ്യേണ്ടത്. ഏത് ജാതിയോ ഏത് മതത്തിൽപ്പെട്ടവനായാലും എല്ലാവരുമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഞാനിത് പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ നിങ്ങൾ അനുഭവിക്കുമ്പോൾ വളരെ ടു ലേറ്റ് ആണ്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പുസ്തകം ഇപ്രകാരം പറയുന്നുണ്ട്, 12-ാം അധ്യായം 10 വചനം. പ്രവാചകനായ ദാനിയേൽ ആത്മാവ് നിറഞ്ഞു പറയുകയാണ്, അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യുന്നു. എന്നാൽ ദുഷ്ടൻ ദുഷ്ടത പ്രവർത്തിക്കും, അവൻ ജ്ഞാനം ഗ്രഹിക്കുന്നില്ല, എന്നാൽ ജ്ഞാനികൾ ജ്ഞാനം ഗ്രഹിക്കും. ഹല്ലേലൂയ. 2 ഗ്രൂപ്പിനെ പറ്റി പറയാണ്. ആണ് ജ്ഞാനത്തിന്റെ പുസ്തകം തന്നെ നമുക്കെല്ലാം കാണാതറിയാവുന്ന ഒരു ഭാഗമുണ്ടല്ലോ, 6-ാം അധ്യായം 24. ജ്ഞാനികളുടെ എണ്ണം കൂടുന്നതാണ് ലോകത്തിന്റെ രക്ഷ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷമായ ദൈവമക്കളുടെ കൂടെ ഒന്നിച്ചുകൂടി കൂടുന്നതാണ് ഈ ലോകത്തിന്റെ ഭദ്രത, സുരക്ഷിതത്വം, അഭിവൃദ്ധി എല്ലാം. ജ്ഞാനത്തിന്റെ പുസ്തകം 6:24. ഇതിനെയാണ് യഥാർത്ഥത്തിൽ ദാനിയേലും പറയുന്നത്. അതായത് ഇന്ന് അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യുന്നു, എന്നാൽ ദുഷ്ടൻ ദുഷ്ടതയിൽ തുടരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും. വെളിപാട് പുസ്തകത്തിൽ അന്ത്യത്തെപ്പറ്റി പറയുന്ന ഭാഗത്തും അനീതി ചെയ്തിരുന്നവർ ഇനിയും അനീതി ചെയ്തുകൊള്ളട്ടെ, പാപക്കര പുരണ്ടവൻ ഇനിയും അങ്ങനെ കഴിഞ്ഞുകൊള്ളട്ടെ,
എന്നാൽ നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. വെളിപാട് 22:11. ഇത് ലോക ജനതയ്ക്ക് കൊടുക്കുന്ന സന്ദേശമാണ്. നീ തിന്മയിലാണോ? നീ കള്ളുകുടിയും പെണ്ണുപിടിയും കൊലപാതകവും അശുദ്ധിയും മ്ലേച്ഛതയും അതുപോലെ തന്നെ ഇന്നത്തെ ഈ യന്ത്രങ്ങൾക്കെല്ലാം അടിമപ്പെട്ടുകൊണ്ട് ദൈവത്തെ ഉപേക്ഷിച്ച് ഒരുപക്ഷെ പിശാചിനെയും ആരാധിച്ചു നടക്കുന്നുവോ? തുടർന്നുകൊള്ളൂ. നീ നാശത്തിലേക്ക് പോകുന്നു. നീ പോയി ഇവിടെ വെച്ച് തന്നെ. എന്നാൽ വിശുദ്ധരായി ജീവിക്കുന്നവർ കൂടുതൽ വിശുദ്ധിയിലായിരിക്കട്ടെ, നീതിയിലായിരിക്കുന്നവർ കൂടുതൽ നീതിയിലായിരിക്കട്ടെ. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 24-ാം അധ്യായം രാജ്യങ്ങൾക്കെതിരായി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കെതിരായി ഈ യുദ്ധം ചെയ്യുന്ന കാലഘട്ടത്തിൽ 4 ദിക്കുകളിൽ നിന്നും അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. മത്തായി 24:31. ഹല്ലേലൂയ. ഈ തെരഞ്ഞെടുപ്പാ നടക്കുന്ന ഈ കാലഘട്ടം. ഇവിടെ മനസാക്ഷിയിൽ നമ്മൾ കൈകൾ വെച്ച് മനസാക്ഷി പരിശോധിച്ച് നോക്കണം. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ കൂടെയാണോ? ഹല്ലേലൂയ. ഇനിയും നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ ഈ ലോകം ഇപ്പോൾ തിന്മയുടെ ആധിപത്യത്തിൽ കിടക്കുന്ന, തിന്മയുടെ അധികാരിയായ പിശാച് ഭരിക്കുന്ന ഈ ലോകത്തിൽ ഒരുപക്ഷെ അവർക്ക് നമ്മളെ പുച്ഛമായിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ട് ഹെബ്രായർ 11:38. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിന് ഇല്ലാതാവും. ഹല്ലേലൂയ. ഈ നല്ലവരായ ദൈവമക്കളായി ജീവിക്കുന്നവർ, ക്രിസ്ത്യാനികളായിരിക്കട്ടെ അക്രൈസ്തവർ ആരുമായിരിക്കട്ടെ, മനസ്സാക്ഷിക്കനുസരിച്ച് ദൈവഭയത്തോടുകൂടി ദൈവഹിതമനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ ഈ ലോകത്തിന് ലൗകിക മാനം മാത്രം വെച്ചുകൊണ്ട്, ലൗകികതയെ മാത്രം ജീവിച്ചുകൊണ്ട് തിന്മയുടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു പോകുന്ന ഈ ലോകം ഒരുപക്ഷെങ്കിൽ നമ്മളെ സ്വീകരിക്കാൻ യോഗ്യതയുള്ളതല്ല. അപ്പോൾ പീഡിപ്പിക്കും. അതാണ് പീഡിപ്പിക്കൽ എന്ന് പറയുന്നത്, നമ്മളെ വഴിയാധാരമാക്കുക. അതുകൊണ്ട് കൊല്ലപ്പെടുന്നു, നമ്മൾ അറിഞ്ഞു തിരിയേണ്ടി വരും, ഗുഹകളിൽ വസിക്കേണ്ടി വരും. ഇനിയും ഇവിടെയാണ് കർത്താവിന്റെ വചനം ഹെബ്രായ 11:4. പാപത്തിനെതിരെയുള്ള സമരത്തിൽ നിങ്ങൾക്കിനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയ. ഹെബ്രായർക്കെഴുതിയ ലേഖനം 1-ാം നൂറ്റാണ്ടിൽ എഴുതാണ്. 11-ാം അധ്യായം 4 പറയാണ്, നിങ്ങൾക്ക് രക്തം ചിന്തേണ്ടി വന്നില്ല. ഇപ്പം വന്നിരിക്കുന്നു. അതായത് ഈ നല്ല ജീവിതത്തിന് വേണ്ടി രക്തം ചിന്തേണ്ട സമയം ആണ് ഇപ്പോൾ. എന്താണ് അവിടെ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഹെബ്രായർ 11:25 നമ്മൾ നല്ലൊരു വചനം കാണുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഫറവോന്റെ രാജകൊട്ടാരത്തിൽ സുഖാനുഭൂതികളെല്ലാം അനുഭവിച്ച് ജീവിച്ചവരായിരുന്നു മൂശ. ഇനിയും ജനങ്ങളുടെ വേദനകൾ കണ്ടുകൊണ്ട്, തകർച്ചകൾ കണ്ടുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ അവരെ രക്ഷിക്കണം എന്ന വിചാരത്തോടുകൂടി അവൻ എന്തു ചെയ്തു? അതായത് പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന് വേണ്ടി ക്രിസ്തുവിനെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ മൂശ തയ്യാറായി. എന്ന് പറഞ്ഞാൽ യേശു ജനിക്കുന്നതിനും 1200 വർഷങ്ങൾക്ക് മുമ്പ് മൂശ ആത്മാവിൽ യേശുവിനെ ദർശിച്ചു. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന് സഹനത്തോടുകൂടി അവന് സഹനങ്ങൾ വയ്ക്കുകയാണ്. എന്തിന്? ഈ ജനത്തെ രക്ഷിക്കുവാൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത്. പ്രിയ ക്രൈസ്തവരെ, യഥാർത്ഥത്തിൽ ദൈവജനമേ, അതായത് ദൈവത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിച്ചവർ എന്ന് ചെയ്യേണ്ടത് അതാണ്. പ്രസംഗത്തിലൂടെയും ജീവിതത്തിലൂടെയും എല്ലാം നമ്മൾ കാണുന്നത് ഈ അദൃശ്യനായ ദൈവം. നമ്മൾ ക്രിസ്ത്യാനികൾക്കറിയാം, വെറും അദൃശ്യനല്ല, ഇന്ന് ദൃശ്യനാണ്. തൊടാം, ഭക്ഷിക്കാം, പാനം ചെയ്യാം വിശുദ്ധ കുർബാനയിൽ. എങ്കിലും എല്ലാവർക്കും ആളുടെ ഉപദേശത്തിൽ ഞാൻ പറയുന്നു, അദൃശ്യനായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന്. ആ ദൈവത്തിന് നമ്മുടെ സഹനങ്ങൾ സഹിച്ചുകൊണ്ട്, വ്യക്തിപരമായിട്ടുള്ളത്, കുടുംബപരമായിട്ടുള്ളത്, സമൂഹപരമായിട്ടുള്ളത്, എന്നിട്ട് ഈ ലോകത്തിന് നൈമിഷിക സുഖങ്ങൾ അനുഭവിക്കാതെ യേശു ക്രിസ്തുവിന്റെ ആ കുരിശിലെ സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സഹനങ്ങളെ മാറ്റുവാൻ, അവരെ മാനസാന്തരപ്പെടുത്തുവാൻ എന്ന് പറഞ്ഞാൽ ഒരു മരത്തിലേക്ക് ചേർക്കാനല്ല, മാനസാന്തരപ്പെടുത്തുവാൻ. കർത്താവ് പറഞ്ഞ പോലെ മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്നു, അവന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ,
മർക്കോസ് 1:15. ഇതാണ് ലോകത്തുള്ള എല്ലാവരും ഇന്ന് ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തോടുകൂടി ആയിരിക്കുവാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധരായി ജീവിക്കണം. വിശുദ്ധരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധനായവനോടുകൂടി ഒന്നായി തീരുക. ആരാണ് വിശുദ്ധൻ? ദൈവം. ആ ദൈവം മനുഷ്യനായി വന്ന യേശുക്രിസ്തുവാണ് ഏക വിശുദ്ധൻ. അവിടുത്തോട് ഐക്യപ്പെടുക. അതിനാണ് ക്രിസ്ത്യാനികൾ മാമോദീസ സ്വീകരിക്കുന്നത്. റോമാക്കാർക്ക് ലേഖനം 6:3. അവനോടുകൂടി ഐക്യപ്പെടാൻ. ഇനി ഇത് പള്ളിയിൽ പോയി മാമോദിസ മേടിക്കേണ്ട, ആഗ്രഹത്താൽ മതി. സഹനങ്ങളെല്ലാം അവിടുത്തോട് സമർപ്പിച്ച് യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട്. ഇനി അതിന് ഏറ്റവും ആവശ്യം വിശുദ്ധിയാണ്. ഹൃദയ വിശുദ്ധി. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ മലയിലെ പ്രസംഗത്തിൽ വെച്ച് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8. ഹെബ്രായർ 12:14. ഹെബ്രായ 12:14. വിശുദ്ധി കൂടാതെ അവിടുത്തെ ദർശിക്കുക സാധ്യമല്ല. ദൈവദർശനം വേണം. ഈ ലോകത്തിൽ ആയിരിക്കുമ്പം ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ദൈവജനമായി മാറണം. നീ ഏത് ജാതിയോ മതമോ ഏത് നാട്ടിലുള്ളവരോ ഏത് ഭാഷക്കാരനോ ആയിരിക്കട്ടെ, ദൈവത്തിന്റെ പക്ഷത്താവുക. ഈ കാലഘട്ടത്തിൽ തിന്മയ്ക്കെതിരായി പോരാടുക, തിന്മയിലാകാതിരിക്കുക. അതുകൊണ്ട് നമുക്ക് ശക്തിയുള്ളവരും ധൈര്യമുള്ളവരുമായിരിക്കാം ഈ അവസരത്തിൽ. കർത്താവ് പറയുന്ന വചനം ഹെബ്രായ 12:12 പറയുന്ന പോലെ, തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ. മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ടു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുവിൻ. അവയ്ക്കെല്ലാം ശക്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കരുത്തുള്ളവരായിരിക്കണം. അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തോടൊരുമിച്ച് ജീവിതയാത്ര ചെയ്യണം. പ്രിയപ്പെട്ടവരെ, എങ്കിൽ മാത്രമേ നമുക്ക് ഒരു വിജയം ഭാവിയിൽ ഉണ്ടാവൂ. ഈ യുദ്ധങ്ങൾ തീരും. ഹല്ലേലൂയ. ആന്തരിക യുദ്ധം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഈ അധോലോക യുദ്ധം. ഇവിടെ നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത്. ഏത് സൈഡിൽ നിൽക്കുന്നു. ഇനിയും ഒരു കാര്യം ഞാൻ സുനിശ്ചിതമായിട്ട് പറയാം, വിജയം പ്രാപിക്കുന്നത് നല്ലവരായിരിക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറയും. ദൈവമക്കളുടെ വിജയം അതായിരിക്കും പുതിയ ആകാശം, പുതിയ ഭൂമി എന്ന് കർത്താവായ യേശുക്രിസ്തു വെളിപാട് പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് 21-ാം അധ്യായത്തിൽ നമ്മളെ പ്രബോധിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യനോടുകൂടെ. അവിടുന്ന് അവിടൊത്ത് വസിക്കും. അവരവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടി ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ഹല്ലേലൂയ. ഇത് വരാൻ പോകുന്നു. വന്നു കഴിഞ്ഞോ എന്ന് ഞാൻ പറയും. അതിവിദൂരത്തിലല്ല. പ്രിയപ്പെട്ടവരെ, ഒരുങ്ങിയിരിക്കുക. അതിനായിട്ട് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട് ഈ 80-ാം വയസ്സിൽ നിങ്ങൾക്ക് ഞാൻ ഈ സന്ദേശം തരുന്നു. ഉൾക്കൊള്ളാൻ മനസ്സുള്ളവർ ഉൾക്കൊള്ളുക. ഇപ്പോൾ നമ്മൾ കാലത്തിന്റെ ചുവരെഴുത്തുകൾ നല്ലപോലെ മനസ്സിലാക്കണം. ഈ ലോകം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. അപ്പൊ ആ തിന്മയുടെ ശക്തിക്ക് അടിമപ്പെടാതെ ജീവിക്കാം. ഒരുപക്ഷെ നമ്മളെ ആരും സ്വീകരിക്കില്ല, ആരും വകവയ്ക്കില്ല. അവരൊക്കെ നമ്മളെ നോക്കി പുച്ഛിച്ചേക്കാം, വട്ടുപിടിച്ചവരെന്ന് പറഞ്ഞേക്കാം. നമുക്കറിയാം, പ്രളയകാലത്ത് നോഹ വലിയ പേടകം പണിതപ്പോൾ അവന്റെ ആണി പോയതാണ്. എന്തിനാണ് മഴക്കാറ് പോലും ഇല്ലാത്തടത്ത് വെള്ളപ്പൊക്കം വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇത് പണിയുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കിയെന്ന് ഓർക്കണമേ. അതുപോലെ തന്നെ സോഡോം ഗൊമോറ നശിപ്പിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് മരമുകളിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ലോത്തിന്റെ ബന്ധത്തിൽപ്പെട്ടവരും കുടുംബത്തിൽപ്പെട്ടവരും പറഞ്ഞെന്താണ്? ലോത്തിന് വട്ടുപിടിച്ചതാണ്, ഇതിന്റെ ആവശ്യമില്ല, മരമുകളിലേക്ക് പോകേണ്ട, ഇവിടുന്ന് സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ധാരാളം പേർ തിന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് തിന്മയുടെ കൊമ്പിലിരിക്കുന്ന ധാരാളം പേര് കാണും. ആ കൊമ്പുകൾ വീഴുന്നു, വീണുകൊണ്ടിരിക്കണം. നമുക്ക് നിശ്ചയമായിട്ടൊരു തീരുമാനമെടുക്കണം.
കർത്താവ് യേശു നമുക്കറിയാം, പ്രഭാഷകൻ പുസ്തകം 15:15 പറയുന്നത് പോലെ നന്മയും തിന്മയും നിന്റെ മുമ്പിലാണ്, സ്വർഗവും നരകവും നിന്റെ മുമ്പിലാണ്, ജലവും തീയും നിന്റെ മുമ്പിലാണ്. ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. ഞാൻ ഞങ്ങൾക്കൊരു ആശീർവാദം തരാൻ പ്രാർത്ഥിക്കാം. കാനുമനാ കർത്താവ് ഈ ചെറിയ സന്ദേശം കേട്ട എന്റെ ഈ പ്രിയ മക്കളെ അങ്ങേ തിരുമാരുടത്തിലേക്ക് അർപ്പിക്കുന്നു. കർത്താവ് യേശുവെ, ഞാൻ വിവിധ രാജ്യങ്ങളിൽ ചുറ്റി നടക്കുമ്പോൾ കാണുന്ന ഇപ്പോഴത്തെ അവസ്ഥ കണ്ടുകൊണ്ടാണ് ഈ സന്ദേശം ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. നിശ്ചയമായിട്ടും ലോകത്തിലെ യുദ്ധം, പട്ടിണി, ഇങ്ങനത്തെ പലതും നടക്കുന്നു. അതൊക്കെ ബൈബിളിൽ പ്രവചിച്ചു. ഈ അടുത്ത ഒരു നാളും എത്രയോ നല്ലവരെ കൊന്നൊടുക്കി, നല്ലവരായ ജീവിച്ചവരെ ഇല്ലാതാക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നന്മയിൽ നിൽക്കുവാൻ, ഒരു യുദ്ധം ചെയ്യുവാൻ കർത്താവെ ഇവർക്ക് ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം. ആ നല്ലവരുടെ ഇടയിൽ ഇവർ കാണപ്പെടട്ടെ, എണ്ണപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ, ഏറെ പേർ തിന്മയിൽ ഇന്നും പോവുകയാണ്, ഒരു മാനസാന്തരമില്ലാതെ, ദൈവം ആരെന്നറിയാതെ, ദൈവമായിട്ടൊരു ബന്ധമില്ലാതെ, ദൈവത്തെ അറിയാത്തവരായി, സത്യം അറിയാത്തവരായി. അവരുടെ ഹൃദയങ്ങൾ തുറക്കണമേ, ആത്മാവെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം ഈ വീഡിയോ ശ്രദ്ധിക്കുന്നുവോ അവരെയും അവരുടെ ബന്ധുമിത്രാദികളെയും കുടുംബത്തെയും കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരോരോരുത്തരും വിശുദ്ധരായി ജീവിക്കുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും വിശുദ്ധരായിരിക്കുക എന്നുള്ളതാണല്ലോ അങ്ങയുടെ ഹിതം. അങ്ങയോട് ഐക്യപ്പെട്ടാലേ ആ വിശുദ്ധി പ്രാപിക്കൂ, അങ്ങയെ ദർശിച്ചാലേ അത് സാധിക്കുകയുള്ളൂ. കർത്താവ് ഇവരെ ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, കൃപ ചെയ്ത് അനുഗ്രഹിക്കൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.